മെയിൻ ആയിട്ട് നമ്മൾ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് മൂന്നായിട്ട്, അതായത് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന 3 ക്ലാസിഫിക്കേഷൻസ് ആണ്. ഒന്ന് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, സെക്കൻഡ് വൺ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ദ തേർഡ് വൺ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ലാബിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ വോൾട്ട് മീറ്ററും അമ്മീറ്ററും വാട്ട് മീറ്റർ ഒക്കെ യൂസ് ചെയ്യണത്. അവിടെ നമ്മൾ എന്താ ചെയ്യണം, നമുക്കിപ്പോ വേണ്ട ഒരു സർക്യൂട്ടിൽ ഒരു പാത്തിൽ കൂടെ ഫ്ലോ ചെയ്യണം, കറണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കും, അമ്മീറ്റർ നോക്കും. അപ്പൊ ആ അമ്മീറ്ററിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ആ സ്കെയിലില് ആ റീഡിങ് എന്താണ്, റീഡബിൾ ഫോമിലോട്ട് നമുക്ക് കാണാൻ പറ്റും. പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യും, ആ പോയിന്ററിന്റെ ആ പോയിന്റ് ചെയ്യണ പോർഷന്റെ നേരെ ചോട്ടി കിടക്കുന്ന സ്കെയിൽ ഏതാണോ കാണിക്കുന്നത് ആ റീഡിംഗ് ആയിരിക്കും അതിലൂടെ ഫ്ലോ ചെയ്ത കറണ്ടിന്റെ വാല്യൂ. സിമിലർലി വോൾട്ടേജും അങ്ങനെ തന്നെ, വാട്ട് മീറ്ററും അങ്ങനെ തന്നെ. അപ്പോ ഈ റീഡിങ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അറ്റ് പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ആ വാല്യൂ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യും ആ ഇൻസ്ട്രുമെന്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. ഇന്റഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പർട്ടിക്കുലർ ടൈം സമയത്തെ അല്ല റീഡിംഗ് കാണിക്കുന്നത്, നേരെ മറിച്ചിട്ട് എന്താണ്, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലെയാണ്. അതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന എനർജി മീറ്റർ. ഇപ്പൊ നമുക്ക് ബില്ല് വരുന്നത് ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടിയായിരിക്കും. അപ്പൊ എന്താണ്, ആ ഇതിനു മുന്നേ എടുത്ത ഡേ മുതൽ പിന്നെ എടുക്കുന്ന ഡേ വരെയുള്ള ആ ഒരു പീരീഡ് ഓഫ് ടൈമിലെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എനർജി ആണ് അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ആര് കാണിക്കുന്നത്, ഒരു എനർജി മീറ്റർ കാണിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, പേര് തന്നെ ഉണ്ട്, ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതെല്ലാം കൂടെ ടോട്ടൽ സമ്മ് കാണാനോ അല്ലെങ്കിൽ ടോട്ടൽ കാണാനാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ, ഒരു പീരീഡ് മുതൽ മറ്റൊരു പീരീഡ് വരെ. അപ്പൊ ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ കറക്റ്റ് ആ ഒരു ഇൻസ്റ്റന്റിലെ വാല്യൂ അല്ല, നേരെ മറിച്ചിട്ട് എന്തായിരിക്കും, ഒരു പീരീഡ് ഓഫ് ടൈം ഇന്റർവെൽ. ഓക്കെ, ഒരു ടൈം ഇന്റർവെലിന്റെ ഇടയ്ക്കുള്ള ഫുൾ ഇലക്ട്രിസിറ്റി വാല്യൂ അല്ലെങ്കിൽ എനർജി വാല്യൂന്റെ സമ്മാണ് ആര് കാണിക്കുന്നത്, ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് കാണിക്കുന്നത്. അടുത്തത് എന്താ, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. അതായത് ആ ഒരു പർട്ടിക്കുലർ ടൈമിലെ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു പോയിന്റർ അറേഞ്ച്മെന്റിന് പകരം അവിടെ യൂസ് ചെയ്യണത് എന്തായിരിക്കും, ഒരു റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ മൂവിങ് ഒരു പേപ്പറിൽ ഒരു പെന്ന് പ്ലേസ് ചെയ്തിരിക്കും. അപ്പൊ നമ്മുടെ റീഡിങ് എന്താണോ അത് അപ്പൊ തന്നെ ആ പേപ്പറിലോട്ട് ട്രേസ് ചെയ്യാണ്. എക്സാമ്പിൾ ആണ് നമ്മുടെ ECG അല്ലെങ്കിൽ നമ്മൾ സീസ്മോഗ്രാഫ് ഇല്ലേ, ഇപ്പൊ എർത്ത് ഒക്കെ മെഷർ ചെയ്യാനുള്ള സീസ്മോഗ്രാഫ് ഒക്കെ അതിനൊരു എക്സാമ്പിളാണ്. കാരണം എന്താണ്, ആ കിട്ടുന്ന വാല്യൂ നമുക്ക് അപ്പൊ തന്നെ എന്താണ്, ഒരു പേപ്പർ ഫോമിലോട്ട് നമുക്കത് കാണാൻ സാധിക്കും, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് നമുക്ക് വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ഇതാണ്, ഇൻഡിക്കേറ്റിംഗ്, ഇന്റഗ്രേറ്റിംഗ്, റെക്കോർഡിംഗ്. ഇതെന്ന് വെച്ചിട്ട് ഇപ്പൊ ഒരു ITA ലെവലിലൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇവിടെ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എനർജി മീറ്റർ തന്നിട്ട് ചോദിക്കും, എനർജി മീറ്റർ എന്ന് പറയുന്നത് ഇതിൽ ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്, ഇൻഡിക്കേറ്റിംഗ് ആണോ, ഇന്റഗ്രേറ്റിംഗ് ആണോ, റെക്കോർഡിംഗ് ആണോ, അതെയോ ബോത്ത് ഇൻഡിക്കേറ്റിംഗ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ്, അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിക്കും. ഓക്കെ, അപ്പോ ഇന്റഗ്രേറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്, ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെലിന് ഇടയ്ക്ക് മൊത്തം വാല്യൂ നമുക്ക് കിട്ടുവാണോ, അങ്ങനെയാണെങ്കിൽ അത് എന്താണ്, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ഏത്, എനർജി മീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുവാണ് എന്താണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് നമുക്ക് ഡയറക്റ്റ് ആ വാല്യൂ തരും. ചിലപ്പോൾ ഒരു ഡെഫിനീഷൻ ചോദിച്ചു, അതായത് ഒരു തവണ PSC അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഡെഫിനീഷൻ തന്നിട്ട് ആ ഡെഫിനീഷനിൽ നിന്ന് ഈ ഡെഫിനീഷൻ കാണിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് ഒരു ഡയറക്റ്റ് ഇൻഡിക്കേഷൻ ആണ്. ഏത് വാല്യൂ ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് അതിന്റെ ഒരു ഡയറക്റ്റ് ഇൻഡിക്കേഷൻ ആണ് ആര് കാണിക്കുന്നത്, ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് കാണിക്കുന്നത്. അതും ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ടൈമിലെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇപ്പൊ കണക്ട് ചെയ്ത് ഇപ്പൊ നോക്കിയാൽ ഇപ്പത്തെ വാല്യൂ എനിക്ക് കിട്ടും. ഓക്കെ, ഇനി ഒരു പോയിന്റർ ഉണ്ടാവും, ഈ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യണ അനുസരിച്ച് ആ പോയിന്ററിന്റെ ചോട്ടിൽ എന്തുണ്ട്, ഒരു സ്കെയിൽ ഉണ്ട്, ആ സ്കെയിലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോഴത്തെ വാല്യൂ റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു ഇൻഡിക്കേറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഇന്റഗ്രേറ്റിംഗ് എന്ന് പറയുമ്പോൾ പറഞ്ഞു, ഇന്റഗ്രേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റിംഗ് എന്താണ്, ഒരു
ടോട്ടൽ ക്വാണ്ടിറ്റി ആണ് കാണിക്കേണ്ടത്, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താ, ആ ടൈം ഇന്റർവെൽ ആണ്. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയുള്ള ആ ഒരു ടൈം ഇന്റർവെൽ, ഒരു ഗിവൺ ടൈം ഇന്റർവെല്ലിലാണ് എന്ത് കാണിക്കുന്നത്, ടോട്ടൽ ക്വാണ്ടിറ്റി കാണിക്കുന്നത്. നമ്മൾ എനർജി മീറ്റർ നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് ഏത്, ആംപിയർ അവർ മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആംപിയർ അവർ മീറ്റർ എന്താണ്, ഈ പറയുന്ന ഒരു ഇന്റഗ്രേറ്റിംഗ് എക്സാമ്പിളിന് ഇന്റഗ്രേറ്റിംഗ് എക്സാമ്പിൾ ആണ് ഏത്, ആംപിയർ അവർ മീറ്റർ എന്ന് പറയുന്നത്. ഈ ആംപിയർ അവർ മീറ്റർ, ഈ ആംപിയർ അവർ എന്ന് പറഞ്ഞ ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബാറ്ററിയുടെ ഒക്കെ കപ്പാസിറ്റി പറയാൻ നമ്മൾ യൂസ് ചെയ്യണതാണ് ആംപിയർ അവർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ആംപിയർ അവർ മീറ്റർ യൂസ് ചെയ്യണത് എവിടെയാണ്, നമ്മളിപ്പോ ഡി സി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കെമിക്കൽ ബാറ്ററി സെറ്റപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണതാണ് എനർജി മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ കപ്പാസിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യണതാണ് ഏത്, ആംപിയർ അവർ മീറ്റർ എന്ന് പറയുന്നത്. അപ്പം എനർജി മീറ്റർ നമുക്ക് കോമൺ ആണ്, കൂടെ തന്നെ പഠിച്ചു വെക്കുക. ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന്റെ എക്സാമ്പിൾ ആണ് ഏത്, ആംപിയർ അവർ മീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കേണ്ടത് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റിന്റെ എക്സാമ്പിൾ ആണ് ഈ സീസ്മോഗ്രാഫ് കിട്ടുന്നത്. അതായത് റിച്ചർ സ്കെയിലിന്റെ ഒക്കെ ഒരു വേർഷൻ ആണ് സീസ്മോഗ്രാഫ്. അതുപോലെ ECG മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന ECG എന്ന് പറയുന്നത്. അതെന്താണ്, ഒരു കണ്ടിന്യൂസ് റെക്കോർഡാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത്. കണ്ടിന്യൂസ് റെക്കോർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാണ് ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു പോയിന്ററിന് പകരം നമ്മൾ അവിടെ വെക്കുന്നത്, ആ പോയിന്ററിന്റെ പ്ലേസിൽ എന്താ, ഒരു പെന്നായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഒരു റോളിംഗ് പേപ്പറും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ഈ റോളിംഗ് പേപ്പർ റോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതായത് ആ പേപ്പർ ഇങ്ങനെ മൂവ് ചെയ്ത് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കും, പെൻ അവിടെ പ്ലേസ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പൊ കിട്ടുന്ന കറസ്പോണ്ടിങ് വാല്യൂ ഏതാണോ ആ വാല്യൂ അനുസരിച്ച് എന്ത് ചെയ്യും, ഈ പെൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ പെന്നിന്റെ മോഷൻ അനുസരിച്ച് എന്താണ്, ആ പേപ്പറിലോട്ട് നമുക്ക് ആ വാല്യൂ കിട്ടും. അപ്പൊ റെക്കോർഡിക്കലി നമുക്ക് എന്താണ്, നമുക്ക് ആ വാല്യൂസ് നമ്മൾ ECG ഒക്കെ കണ്ടവരാണെങ്കിൽ അറിയാൻ പറ്റും. ഓരോ ഇൻസ്റ്റന്റിലെ നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെയോ അല്ലെങ്കിൽ എന്തിന്റെയാന്ന് വെച്ചാൽ ആ ഒരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് സിഗ്നൽ ആണ് നമുക്ക് അവിടെ ട്രേസ് ചെയ്യാൻ പറ്റുന്നത്. അത് നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതേപോലെ ഇപ്പൊ സീസ്മോഗ്രാഫ് എടുക്കുവാണെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടുതൽ ഒരു ഹൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഈ പറഞ്ഞ പോലെ ഒരു എർത്ത് ക്വേക്കിന്റെ എന്തോ സാധ്യതകളും കാര്യങ്ങളും ഒക്കെയാണ് അതിൽ നിന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അറിയാൻ പറ്റുന്നത്. അപ്പൊ അതാണ് ഒരു റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു അമ്മീറ്റർ നമ്മൾ എടുത്തു. അമ്മീറ്ററിൽ എങ്ങനെയാണ് ഈ അമ്മീറ്റർ ഈ പറഞ്ഞ പോലെ ഒരു കറണ്ട് മെഷർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് അതിന്റെ പോയിന്റ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മെക്കാനിസം എന്താന്ന് വെച്ചാൽ, ഒരു മാഗ്നറ്റിന്റെ നടുക്ക് ഒരു കോയിലാണ് ഈ പറയുന്ന പോയിന്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു മാഗ്നറ്റിന്റെ നടുക്ക് ഒരു പോയിന്ററിലാണ് ഒരു ഈ പറയുന്ന കോയില് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ കോയിലിലോട്ട്, അതായത് ഒരു കോയിൽ അറേഞ്ച്മെന്റ് ഉണ്ടാവും. ആ കോയിൽ അറേഞ്ച്മെന്റിലാണ് ഒരു സ്പിൻഡിൽ വെച്ചിട്ടുണ്ടാവും. ആ സ്പിൻഡിലിന്റെ തെല്ലത്തായിട്ടാണ് ഒരു പോയിന്റർ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കോയിൽ എന്ന് പറയുന്ന അറേഞ്ച്മെന്റിലോട്ടാണ് നമ്മുടെ കറണ്ട്, നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ കറണ്ട് ഓട്ടോമാറ്റിക്കലി കോയിലിൽ കൂടെ കയറി പോകുന്നത്. ഓക്കെ, ഈ കോയിൽ ഇരിക്കുന്നത് രണ്ട് മാഗ്നറ്റ്സിന്റെ ഇടയ്ക്കായിരിക്കും. രണ്ട് മാഗ്നറ്റിന്റെ ഇടയ്ക്കാണ് കോയിൽ ഇരിക്കുന്നത്. ആ കോയിലിനകത്താണ് നമ്മൾ, അല്ലെങ്കിൽ ആ കോയിൽ നിന്ന് കണക്ഷൻ വരുന്ന ഒരു അറേഞ്ച്മെന്റിലാണ്, ഒരു സ്പിൻഡിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ പോയിന്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മെഷർ ചെയ്യാനുള്ള ഒരു കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സർക്യൂട്ടിലോട്ട് അത് കണക്ട് ചെയ്തിരിക്കുക. അത് സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൽ കൂടെ എന്ത് ഫ്ലോ ചെയ്യാണ്, കറണ്ട് ഫ്ലോ ചെയ്യാണ്. അപ്പൊ നമ്മുടെ കോയിലിൽ കൂടി എന്ത് ഫ്ലോ ചെയ്യാണ്, കറണ്ട് ഫ്ലോ ചെയ്യാണ്. ഓക്കെ, കോയിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്തു. ഈ കോയിൽ ഇരിക്കുന്നത് എവിടെയാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. അതായത് നമ്മളിപ്പോ അതൊരു ഫിഗർ ആയിട്ട് വരച്ച് കാണിക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു നോർത്തും സൗത്തും ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നമ്മളൊരു കോറിൽ ഒരു കോയിൽ വൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ആ കോയിലിന്റെ അകത്തായിട്ടാണ് നമ്മൾ എന്ത്, ഒരു അയൺ കോറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പിൻഡില്. ഇവിടെ നമ്മൾ എന്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ പോയിന്റർ അറേഞ്ച്മെന്റ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് മെഷർ ചെയ്യാനുള്ള ഒരു കറണ്ടിന് പ്രപ്പോർഷണൽ, അല്ലെങ്കിൽ നമ്മൾ ആ കണക്ഷൻ ആണ് ഈ കോയിലിൽ കൂടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ കറണ്ട്, അതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറായി, അല്ലെ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറായി. കാരണം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യാൻ, സപ്പോസ് ഇതൊരു അമ്മീറ്റർ ആണെങ്കിൽ കറണ്ട് മെഷർ ചെയ്യാൻ ഞാൻ അത്
എന്ത് ചെയ്തു, എന്റെ സർക്യൂട്ടിലോട്ട് ഞാനത് കണക്ട് ചെയ്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്തു. ആ കോയിൽ പ്ലേസ് ചെയ്തത് എവിടെയാണ്? ഒരു നോർത്ത് പോൾ സൗത്ത് പോളിന്റെ ഇടയ്ക്കാണ്, അല്ലെങ്കിൽ നോർത്ത് സൗത്തിന്റെ ഇടയ്ക്കാണ് ഈ അറേഞ്ച്മെന്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് എന്ത് ചെയ്തു? പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ഒരു കോയിൽ എന്ന് പറയുന്നത്, ആ കോയിലിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതിരിക്കുന്നത് എവിടെയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പൊ നമുക്കറിയാം, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ എന്ത് അനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അപ്പൊ ഈ ഫോഴ്സ് അനുഭവപ്പെടുന്നതിന്റെ ഫലമായിട്ട് ഈ പറയുന്ന സ്പിൻഡിൽ എന്ന് പറയുന്ന ഈ നടുക്കത്തെ ഈ അറേഞ്ച്മെന്റ് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാൻ പറ്റുന്ന അറേഞ്ച്മെന്റ്. അതാ ഈ കാണിച്ചിരിക്കുന്ന അറേഞ്ച്മെന്റ് മൂവബിൾ ആണ്, അത് മൂവ് ചെയ്യാൻ പറ്റും. ആ മൂവ് ചെയ്യാൻ പറ്റുന്ന അറേഞ്ച്മെന്റിലാണ് നമ്മൾ എന്ത് വെച്ചിട്ടുള്ളത്? നമ്മുടെ പോയിന്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് അനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഓക്കെ, ആ ഫോഴ്സിന്റെ ഫലമായിട്ട് അത് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതായത് ഒരു റൊട്ടേഷൻ ആവും, ഒരു ടോർക്ക് ആവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മുടെ സ്പിൻഡിൽ മൂവ് ചെയ്യും. സ്പിൻഡിലാണ് ആര് കണക്ട് ചെയ്തിട്ടുള്ളത്? നമ്മുടെ പോയിന്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പോയിന്റർ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. എത്രത്തോളം വാല്യൂ ആണോ അയാൾക്ക് കിട്ടുന്നത്, അയാളുടെ കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യണം, അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ മോഷൻ, ഈ റൊട്ടേഷൻ സ്പിൻഡിലിന്റെ ഈസി ആവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബിയറിംഗ് ആണ് ഏത്? ജ്വൽഡ് ബിയറിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് റൊട്ടേഷൻ ഈസി ആവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിന്റെ മോഷൻ ഈസി ആവാൻ വേണ്ടിയാണ് എന്ത്? ബിയറിംഗ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെന്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബിയറിംഗ് ആണ് ഏത്? ജ്വൽഡ് ബിയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന പോലെ നമ്മുടെ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് നമുക്ക് എത്രയാണോ അവൈലബിൾ എന്നനുസരിച്ചാണ് ഈ മോഷൻ ഉണ്ടാവുന്നത്, അല്ലെ? അത് അതിന്റെ ഇമ്പാക്ട് വരുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഈ മൂവബിൾ എലമെന്റിനെ അഫക്ട് ചെയ്യണത് എന്ന് തീരുമാനിക്കുന്നത് ഇത്രയും എഫക്ട്, അതായത് ഇത്രയും എഫക്ട് പോലെ. ഇത്രയും മാത്രം, ഇത് കൂടുതലുണ്ട്. മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്, മാഗ്നറ്റിക് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ട്, കെമിക്കൽ എഫക്റ്റിൽ വർക്ക് ചെയ്യണതുണ്ട്, അതുപോലെ തെർമൽ എഫക്റ്റിൽ വർക്ക് ചെയ്യണതുണ്ട്. അപ്പം ഈ പറയുന്ന സ്പിൻഡിലിന്റെ മോഷൻ, ആ മൂവബിൾ എലമെന്റിന്റെ മോഷൻ ഉണ്ടാവുന്നത് ഇതിൽ ഏത് എഫക്റ്റ് ആണ് എന്നനുസരിച്ച് നമ്മൾ കുറെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ്സിനെ. അത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് നമ്മൾ ജനറലി പഠിക്കുന്ന കുറെ എഫക്റ്റ്, അതായത് മാഗ്നറ്റിക് എഫക്റ്റ്. ആ മാഗ്നറ്റിക് എഫക്റ്റ് വെച്ചിട്ടാണ് ആര് വർക്ക് ചെയ്യണത്? നമ്മുടെ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യണത് മാഗ്നറ്റിക് എഫക്റ്റ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യാനുള്ള എഫക്റ്റ് ഏതാണ്? മാഗ്നറ്റിക് എഫക്റ്റ്. സിമിലർലി പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം PMMC എന്ന് വിളിക്കാം. PMMC ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എഫക്റ്റ് ആണ് ഏത്? ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റ്. സിമിലർലി ഒരു ഡൈനാമോമീറ്റർ ടൈപ്പിലും ഏതാണ്? ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റ് ആണ്. ഇൻഡക്ഷൻ ടൈപ്പിലാണെങ്കിൽ ഈ പറയുന്ന പോലെ മോഷൻ കിട്ടാനായിട്ട്, അതായത് മൂവബിൾ എലമെന്റ് മൂവ് ചെയ്യാനായിട്ട് വരുന്ന കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണത്, അല്ലെങ്കിൽ അതിന് എങ്ങനെ കിട്ടുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ്. ഒരു ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അവിടെ തെർമൽ എഫക്റ്റ് ആണ് അവിടെ വരുന്നത്. ഇലക്ട്രോളിറ്റിക് ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ കെമിക്കൽ എഫക്റ്റ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ് ആണ്. അപ്പം ഈ പറയുന്ന ഓരോ കാറ്റഗറി ചെയ്തിട്ടുള്ള ഓരോ ഡിവൈസസിനും അതിന് എന്ത് എലമെന്റിനെയാണ് അല്ലെങ്കിൽ എന്ത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യണം, അതിന് പോയിന്റർ മൂവ് ചെയ്യണം. ആ പോയിന്റർ മൂവ് ചെയ്യണമെങ്കിൽ അത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു മൂവബിൾ എലമെന്റിലോട്ടാണ്. ഈ മൂവബിൾ എലമെന്റ് എങ്ങനെ മൂവ് ചെയ്യും, അതിന് എന്ത് എഫക്റ്റ് കാരണമാണ് ഇയാൾ മൂവ് ചെയ്യണത് എന്ന് കാണിക്കുന്നതാണ് ഇത്രയും എഫക്ട്സ്. മാഗ്നറ്റിക് എഫക്റ്റ്, ഇലക്ട്രോ ഡൈനാമിക്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഒരു പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് മൂവ് ചെയ്യാൻ, അതിന്റെ മൂവബിൾ എലമെന്റ് മൂവ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഏത് ഇമ്പാക്ടിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഏത് എഫക്റ്റിന്റെ ഫലമായിട്ടാണ് മൂവ് ചെയ്യണത്? ഓക്കെ, അപ്പൊ ഇലക്ട്രോ ഡൈനാമിക്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം. ഈ ചാർട്ടിലെ ഇപ്പൊ നോക്കേണ്ടത്, അതായത് ഈ സ്ലൈഡിനകത്ത് വരുന്ന രണ്ട് കാര്യങ്ങൾ ഇത് രണ്ടുമാണ്. പക്ഷെ ഇത് രണ്ടും മാത്രമല്ല, ഇത് അടുത്തത് നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാറ്റഗറിയാണ്, അടുത്ത രണ്ട് കോളം. ഓക്കെ, അപ്പൊ ഈ കോളം ഇമ്പോർട്ടന്റ് ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ കോളം. നിങ്ങൾ PSC ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യാനായിട്ട് അയാൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ആ മോഷൻ തരാനായിട്ട് അയാൾക്ക് വേണ്ടത് ഏത് എഫക്റ്റ് ആണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫലമായിട്ടാണ് നമ്മുടെ പോയിന്റർ മൂവ് ചെയ്യണത്, അല്ലെങ്കിൽ മൂവബിൾ എലമെന്റ് മൂവ് ചെയ്യണത്. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ്, ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഏത് ടൈപ്പ് ഓഫ് സപ്ലൈയിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കണം? AC-യിലാണ് അത് വർക്ക് ചെയ്യുള്ളൂ, DC-യിൽ എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല.
സിമിലർലി ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് PMMC അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. അത് ഏത് ഡിവൈസിലാണ് വർക്ക്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് സപ്ലൈയിലാണ് അത് വർക്ക് ചെയ്യുന്നത്? അത് ഏതിലാണ് വർക്ക് ചെയ്യുന്നത്? സ്യൂട്ടബിൾ ഫോർ DC. പിന്നെ ഏതാണ്? ഇലക്ട്രോളിറ്റിക് മീറ്റർ, കെമിക്കൽ എഫക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോളിറ്റിക് മീറ്റർ. അതിന് എക്സാമ്പിൾ ആണ് ആംബിയർ അവർ മീറ്റർ. നമ്മൾ കണ്ടിരുന്നു ആംബിയർ അവർ മീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടു. അത് എന്തിൽ മാത്രം വർക്ക് ചെയ്യുള്ളൂ? DCയിൽ മാത്രം. PSC ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ PSC? DCയിൽ മാത്രം അല്ലെങ്കിൽ PMMC ഇതിൽ ഏതിലാണ്? അപ്പൊ ഒരു ഓപ്ഷൻ AC ഉള്ളി ആയിരിക്കും, ഒരെണ്ണം DC ഉള്ളി ആയിരിക്കും, ഒരെണ്ണം AC ആൻഡ് DC ആയിരിക്കും. ഇപ്പൊ നോക്കിയേ, PMMI അല്ലെങ്കിൽ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? DCയിലും യൂസ് ചെയ്യാം, AC-യിലും യൂസ് ചെയ്യാവുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചോണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. അടുത്തത്, ഒരു ഇൻഡിക്കേഷൻ നമുക്ക് തരണം. ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, സപ്പോസ് ഒരു വോൾട്ട് മീറ്ററോ അല്ലെങ്കിൽ ഒരു അമ്മീറ്ററോ നമ്മൾ യൂസ് ചെയ്തു. അയാൾ ഒരു ഇൻഡിക്കേഷൻ തരണമെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട ഒരു 3 ടോർക്ക് ഉണ്ട്. ഒരാൾ ഒരു പോയിന്റർ മൂവ് ചെയ്യണമെങ്കിൽ ആ പോയിന്ററിന് കിട്ടേണ്ട 3 ടൈപ്സ് ടോർക്ക് ആണ് ഈ പറയുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക് ആൻഡ് ഡാമ്പിംഗ് ടോർക്ക്. അപ്പൊ ഈ ഒരു ടോർക്ക് കിട്ടിയാൽ മാത്രമേ ആ ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യുള്ളൂ. അതില് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് വിളിക്കാം. രണ്ടാമത്തെ കൺട്രോളിംഗ് ടോർക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് വിളിക്കാം. പിന്നെയുള്ള ടോർക്ക് ഏതാണ്? ഡാമ്പിംഗ് ടോർക്ക്. അപ്പം ഈ 3 ടോർക്കിന്റെയും ഫലമായിട്ടാണ് എന്ത്? ഒരു പോയിന്റർ മൂവ് ചെയ്ത് ഒരു പൊസിഷനിൽ നിന്ന് അവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യാണ്ട് അതെന്ത്? സ്റ്റേബിൾ ആയിട്ട് സ്റ്റഡി ആയിട്ട് നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് ഈ 3 ടോർക്കിന്റെ എഫക്റ്റ് മൂലമാണ്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ആണ്. അതായത് ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്താണ്, ഓക്കെ, അതുപോലെ കൺട്രോളിംഗ് ടോർക്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് പറ്റും, ആ ഒരു ഐഡിയ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് മെഷർ ചെയ്യണം. ഓക്കെ, എനിക്കൊരു കറണ്ട് മെഷർ ചെയ്യണം. എന്റെ കറണ്ടിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂലായിരിക്കും എന്റെ പോയിന്റർ മൂവ് ചെയ്യണത്. സപ്പോസ് എന്റെ പോയിന്റർ ഇവിടെ നിൽക്കുമായിരുന്നു, ഞാനൊരു കറണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്റെ പോയിന്റർ അത് മൂവ് ചെയ്ത് സപ്പോസ് ഈ ഒരു ലൊക്കേഷനിലോട്ട് പോയിന്ററിന്റെ ടിപ്പ് മൂവ് ചെയ്തു. ഓക്കെ, പോയിന്റർ മൂവ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു 10 ആംബിയർ എന്നാണ് ഇവിടുത്തെ സ്കെയിലിലെ റീഡിംഗ് എങ്കിൽ എനിക്കപ്പോ അവിടെ നിന്ന് മനസ്സിലായി ഇതിൽ കൂടെ ഫ്ലോ ചെയ്തത് 10 ആംബിയർ കറണ്ട് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോ ഒരു ഡിഫ്ലക്ഷൻ കിട്ടി. അതായത് നമ്മുടെ പോയിന്റർ മൂവ് ചെയ്യാനായിട്ട് അയാൾക്കൊരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടി. ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടിയതിന്റെ ഫലമായിട്ടാണ് എന്ത്? നമ്മുടെ പോയിന്റർ ആ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്തു θ°. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിൽ കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റർ എന്ത് ചെയ്തു? മൂവ് ചെയ്തു. അപ്പൊ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടിയാലാണ് ആര് പോയിന്റർ മൂവ് ചെയ്യുള്ളൂ. ഈ പോയിന്റർ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് പർട്ടിക്കുലർലി ഒരു വാല്യൂ കിട്ടുള്ളൂ. സപ്പോസ് നമ്മളോട് ചോദിക്കുകയാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആബ്സെന്റ് ആണെങ്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താ? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആബ്സെന്റ് ആണെങ്കിൽ നമ്മുടെ പോയിന്റർ എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല. കൺസെപ്റ്റ് കിട്ടില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ സപ്ലൈ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? പോയിന്റർ തിരിച്ചടിക്കുക. പോയിന്റർ തിരിച്ചടിക്കാൻ ഒരു കാരണമുണ്ട്. സപ്പോസ് സപ്ലൈ ഓഫ് ആയിരിക്കുന്ന ഡിവൈസിൽ നിങ്ങൾ പോയിട്ട് നോക്കുക, ഒരു ഇൻസ്ട്രുമെന്റിലോട്ട് നിങ്ങൾ നോക്കിയപ്പോൾ ആ ഇൻസ്ട്രുമെന്റിലെ റീഡിംഗ് പോയിന്റർ കാണിക്കുന്നത് 0 തന്നെ നിൽക്കുക. അതിനർത്ഥം എന്താ? ഇയാൾ മൂവ് ചെയ്തില്ല. ആ പോയിന്റർ മൂവ് ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വേണം. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടുന്നത് എപ്പോഴാണ്? നമുക്ക് എപ്പോഴാണോ ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യേണ്ടത്, അപ്പൊ അതിലോട്ട് ഞാൻ ഈ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത്? അതിൽ വെച്ചിട്ടുള്ള കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ഡെവലപ്പ് ചെയ്യണത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആണ് ഒരു 0 പൊസിഷനിൽ നിന്ന് വേറൊരു നമുക്ക് മെഷർ ചെയ്യേണ്ട വാല്യൂലോട്ട് നമ്മുടെ പോയിന്ററിനെ തിരിക്കാൻ സഹായിക്കുന്നതാണ് ആര്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അത് റെപ്രസെന്റ് ചെയ്യണതാണ് നമ്മൾ T⁻D ഉപയോഗിച്ച് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ നമ്മൾ കാണിക്കും. ഓക്കെ, അടുത്തത് വരുന്നതാണ് കൺട്രോളിംഗ് ടോർക്ക്. ഓക്കെ, കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ ഒരു തെന്നിയ പ്രതലത്തിലൂടെ ഒരാൾ ഇങ്ങനെ സ്പീഡിൽ ഓടി വരിക. അയാളൊന്ന് നിൽക്കണമെങ്കിൽ, ഞാൻ ഒരു ഉദാഹരണം പറയണതാണ്, അയാളൊന്ന് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ ആരെങ്കിലും കൂട്ടുകാർ അവിടെ നിൽക്കണമെങ്കിൽ അവർ വേഗം നടുക്ക് കയറി നിന്നിട്ട് അവരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തള്ളും. അപ്പൊ എന്ത് ചെയ്യും? രണ്ടും ഒന്ന് ബാലൻസ് ആയിരിക്കും. അയാൾ അവിടെ നിൽക്കൂലെ? അയാളുടെ ഇങ്ങോട്ട് വരുന്ന ഫോഴ്സും തിരിച്ച് ഓപ്പോസിറ്റ് വരുന്ന ഫോഴ്സും ബാലൻസ് ആവുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യും? ആ പോയിന്റ് അല്ലെങ്കിൽ ആ വ്യക്തി അവിടെ നിൽക്കും. അതേപോലെ തന്നെയാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇങ്ങനെ വന്നേക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ പോയിന്റർ അങ്ങ് മൂവ് ചെയ്ത് പോവുക. അത് പർട്ടിക്കുലർ നമുക്ക് വാല്യൂ മെഷർ ചെയ്ത് ആ കറക്റ്റ് കറസ്പോണ്ടിങ് സ്കെയിലിന് അവിടെ എത്തുമ്പോൾ ആ പോയിന്റർ അവിടെ നിൽക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യും?
ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കൺട്രോളിങ് ടോർക്ക് കൊടുക്കും. അത് നമ്മൾ കൊടുക്കണതല്ല, നമ്മൾ ആ ഇൻസ്ട്രുമെന്റ് അതനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു കൺട്രോളിങ് ടോർക്ക് ഓപ്പോസിറ്റ് വരുമ്പോഴാണ് മെഷർ ചെയ്യേണ്ട വാല്യൂ എത്തിക്കഴിയുമ്പോൾ ആര് നിൽക്കുന്നത്, നമ്മുടെ പോയിന്റർ നിൽക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, കൺട്രോളിങ് ടോർക്ക് അവിടെ ആബ്സെന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പോയിന്റർ എന്ത് ചെയ്യും, ഇയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്ഥലത്തോട്ട് ഇയാൾ മൂവ് ചെയ്യും. മനസ്സിലായോ? അപ്പം കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴാണോ എന്റെ ടി സി ഈക്വൽ ടു ടി ഡി ആവുന്നത്, അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിങ് ടോർക്കും ഈക്വൽ ആവണത്, ആ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ പോയിന്റർ എന്ത് ചെയ്യും, നിൽക്കും. ആ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഇവിടെ ഒരു സ്കെയിലാണ്, ഇവിടെ ഒരു 10 ആംപിയർ എന്നാണെങ്കിൽ കൺട്രോളിംഗ് ടോർക്ക് 10 ആംപിയർ കറണ്ടാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് പോയിന്റർ എന്ത് ചെയ്യും, ഇവിടെ എത്തുമ്പോൾ നിൽക്കാനുള്ള കാരണം എന്താ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിഫ്ലക്റ്റിംഗ് ടോർക്കും നേരെ ഓപ്പോസിറ്റ് വരുന്ന കൺട്രോളിംഗ് ടോർക്കും എന്തായി, ഈക്വൽ ആയി. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആവുന്ന ഇൻസ്റ്റന്റിലാണ് എന്ത്, പോയിന്ററിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഡിഫ്ലക്റ്റിംഗ് കൺട്രോളിംഗ് ടോർക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലായി. എന്തിനാണ്, നമ്മുടെ പോയിന്ററിന് ഒരു വാല്യൂ റീഡ് ചെയ്യണമെങ്കിൽ ആ റീഡ് ചെയ്യേണ്ട വാല്യൂയിൽ എത്തുമ്പോൾ നമ്മുടെ പോയിന്റർ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം, അല്ലെ, എന്നാലും നമുക്കത് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയാണ് എന്ത്, കൺട്രോളിംഗ് ടോർക്ക്, നമ്മുടെ പോയിന്ററിന് അത് കൺട്രോൾ ചെയ്ത് അവിടെ നിർത്തും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണത്, കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യണത്. അതേപോലെ തന്നെ കൺട്രോളിംഗ് ടോർക്കിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടി, ടി സി ഈക്വൽ ടു ടി ഡി ആവണ കണ്ടീഷനിലാണ് എന്ത്, ആ പോയിന്റർ അവിടെ നിൽക്കും, നമുക്ക് ആ റീഡിങ് റീഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, കൺട്രോളിംഗ് ടോർക്കിന്റെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സപ്പോസ് പെട്ടെന്ന് സപ്ലൈ പോയി കഴിയുമ്പോൾ ഈ പോയിന്റർ ചിലപ്പോൾ ഇവിടെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പൊ ഈ നിൽക്കുന്ന പോയിന്ററിന് എന്ത് ചെയ്യണം, തിരിച്ച് 0 പോയിന്റിലോട്ട് കൊണ്ടുവരണം. അതിനു വേണ്ടിയും കൂടി എന്ത് യൂസ് ചെയ്യാം, കൺട്രോളിംഗ് ടോർക്ക്. കാരണം കറണ്ട് പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടി ഡി 0 ആയി, അപ്പൊ പിന്നെ കൺട്രോളിംഗ് ടോർക്ക് മാത്രം അവിടെ വരുന്നുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ പോയിന്റർ ബാക്ക് ടു ഇനീഷ്യൽ പൊസിഷൻ, ബാക്ക് ടു 0 പൊസിഷനിലോട്ട് വരും. അപ്പൊ കൺട്രോളിംഗ് ടോർക്കിന്റെ രണ്ട് ഉപയോഗങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആവുന്ന ഇൻസ്റ്റന്റിൽ എന്ത് ചെയ്യും, ആ പോയിന്റർ അവിടെ സ്റ്റോപ്പ് ചെയ്യും, നമുക്ക് ആ വാല്യൂ റീഡ് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് നമ്മുടെ സപ്ലൈ പോയി കഴിയുമ്പോൾ എന്ത് പറ്റും, ആ ഇരിക്കുന്ന പോയിന്റർ, ഇപ്പൊ ആ മെഷർ ചെയ്ത വാല്യൂല് പോയിന്റർ ഇരിക്കുക, അതിനെ തിരിച്ച് ഇനീഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ 0 പൊസിഷനിലോട്ട് കൊണ്ടുവരാനും ആര് സഹായിക്കും, നമ്മുടെ കൺട്രോളിംഗ് ടോർക്ക് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് ഒപ്പോസിംഗ് ടോർക്കാണ്. കാരണം നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് വരുന്നത്, കൺട്രോളിംഗ് ടോർക്ക് വരുന്നത്. ഓക്കെ, ഇനി കൺട്രോളിംഗ് ടോർക്ക് ഇല്ലെങ്കിലുള്ള ഇമ്പാക്ട് ഞാൻ പറഞ്ഞു. കൺട്രോളിംഗ് ടോർക്ക് ഇല്ലെങ്കിൽ ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പോലെ ഇതൊന്നും അടിച്ചു പോകും, ഇൻ ദ സെൻസ് അടിച്ചു പോകും, ഇൻ ദ സെൻസ് എന്ത് ചെയ്യും, ആ സ്കെയിലിന് എവിടം വരെ മൂവ് ചെയ്യാമോ അത്രയും സ്ഥലത്തോട്ട്, അല്ലെങ്കിൽ ആ പോയിന്ററിന് എവിടം വരെ പോകാമോ അങ്ങോട്ടേക്ക് പോകും. നമുക്ക് പർട്ടിക്കുലർലി ഒരു വാല്യൂ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആവുന്ന സമയത്താണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഈ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡ്സ് ആണ്. ഒന്നാമത്തത് സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡ് എന്നും രണ്ടാമത്തതിനെ ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ് എന്നും പറയും. ഇപ്പൊ ഇവിടെ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു സ്പിൻഡിലോട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്തു, നമ്മുടെ പോയിന്റർ കണക്ട് ചെയ്തിരിക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നിലധികം, ഒന്നോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ മോർ ദാൻ 1 സ്പ്രിങ്സ് കണക്ട് ചെയ്യാം. ഈ സ്പ്രിങ് ഇവിടെ എന്ത് ചെയ്തേക്കാണ്, സ്പിൻഡിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ സ്പ്രിങ് എന്താണ്, കൺട്രോൾ സ്പ്രിങ് ആണ്. അപ്പോൾ ഈ സ്പ്രിങ് ആണ് നമ്മുടെ ഈ പോയിന്ററിന് അല്ലെങ്കിൽ നമ്മുടെ സ്പിൻഡിലിന് വേണ്ട കൺട്രോളിംഗ് ടോർക്ക് ഉണ്ടാക്കുന്നത് ആരാണ്, ഈ സ്പ്രിങ് ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ പോയിന്റർ ഒരു ഡിഫ്ലക്ഷൻ കിട്ടി ഒരു വാല്യൂ മെഷർ ചെയ്യാൻ നേരത്ത് നമ്മുടെ പോയിന്റർ മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്പ്രിങ് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ട്വിസ്റ്റ് ചെയ്യും. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ട്വിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അങ്ങ് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് അങ്ങ് കറങ്ങി നിൽക്കുന്നത് നേരെ തിരിച്ച് അതിന്റെ ബാക്ക് ടു പൊസിഷനിലോട്ട് സ്പ്രിങ് വരും. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിപ്പോ നമ്മുടെ ഓക്കെ, ഇത് നമ്മുടെ സ്പിൻഡിലായിരുന്നു, ഇതിപ്പോ ഇങ്ങനെ വൈൻഡ് ചെയ്തിരിക്കും, ഒരു സ്പ്രിങ് കണക്ട് ചെയ്തിരിക്കും. അപ്പൊ നമ്മുടെ ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യണ അനുസരിച്ചാണ് നമ്മുടെ പോയിന്റർ മൂവ് ചെയ്യണത്, അല്ലെ. അപ്പൊ എന്റെ പോയിന്റർ മൂവ് ചെയ്യണ അനുസരിച്ച് എന്ത് ചെയ്യും, എന്റെ ഇയാൾ ഇന്ന് വലിഞ്ഞിരിക്കാന്ന് വിചാരിക്കും. ഓക്കെ, വലിഞ്ഞിരുന്നു, എന്റെ സ്പ്രിങ് വലിക്കും. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും, എന്റെ ഈ പറഞ്ഞ പോലെ കറണ്ട് പെട്ടെന്ന് പോയി. അപ്പൊ എന്ത് ചെയ്യും, എന്റെ കറണ്ട് പോയി കഴിയുമ്പോൾ ഈ പോയിന്റർ ബാക്ക് ടു പൊസിഷനിലോട്ട് എത്തണം. അപ്പൊ എന്ത് ചെയ്തു, പെട്ടെന്ന് സ്പ്രിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പെട്ടെന്ന് തന്നെ അത് ബാക്ക് ടു അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ തിരിച്ചു വരും. അപ്പൊ ഈ സ്പ്രിങ് തിരിച്ച് ഡയറക്ഷനിലോട്ട് കറങ്ങി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ പോയിന്റർ തിരിച്ചു വരും. അപ്പൊ നോർമൽ സ്പ്രിങ് ഇരുന്ന് അതേ കണ്ടീഷനിലോട്ട് ആര് വരും, സ്പ്രിങ് വരും. ഈ ഒരു സ്പ്രിങ്ങിന്റെ ഈ പറഞ്ഞ പോലെ ട്വിസ്റ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, അതായത് ഡിഫ്ലക്ഷൻ, നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിലോട്ട് നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ
സ്പ്രിങ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്വിസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഓൾറെഡി ഇയാളിപ്പോ ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിഞ്ഞിരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ച് അയാളുടെ ബാക്ക് ടു ഇനീഷ്യൽ പൊസിഷനിലോട്ട് വരേണ്ടി വരും സ്പ്രിങ്ങിന്. അപ്പൊ അതനുസരിച്ച് ആ സ്പ്രിങ് തിരിച്ചു വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? അവിടെ സ്പിൻഡിൽ തിരിച്ചു കറങ്ങും. ആ സ്പിൻഡിൽ തിരിച്ചു കയറുമ്പോൾ ആരുമായിട്ട് ഒപ്പം തന്നെ തിരിച്ചു കറങ്ങി വരും? നമ്മുടെ പോയിന്ററും തിരിച്ചു കറങ്ങി വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡ്. അപ്പൊ സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡും അതുപോലെ ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡും നമ്മൾ യൂസ് ചെയ്യണത് എവിടെയാണ്? കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യണത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യണ സ്പ്രിംഗ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ സ്പ്രിങ്ങിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ആ സ്പ്രിംഗ് മെയ്ഡ് ചെയ്തിട്ടുള്ളത് ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കണം. രണ്ടാമത്തത്, ആ സ്പ്രിങ്ങിന് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രിങ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കണം, അതുപോലെ ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കണം. ഇവിടുന്ന് PSC ചോദിച്ച ചോദ്യം ഇതായിരുന്നു. അതായത് സ്പ്രിങ് ഉണ്ടാക്കണം, അതായത് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റിൽ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള സ്പ്രിങ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരുന്നു? ഓപ്ഷനില് ഫോസ്ഫർ ബ്രോൺസ് ഉണ്ടായിരുന്നു. ഫോസ്ഫർ ബ്രോൺസ് ആണ് കറക്റ്റ്. അതായത് മോസ്റ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റിലും സ്പ്രിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോസ്ഫർ ബ്രോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയുന്നത് ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ സ്പ്രിങ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ വരുന്ന കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ, കൺട്രോളിംഗ് ടോർക്കിനെ റെപ്രസെന്റ് ചെയ്യണത് TC എന്ന് പറഞ്ഞൊരു ലെറ്റർ ഉപയോഗിച്ചു. ഈ TC കൺട്രോളിംഗ് ടോർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ എത്രത്തോളം ആംഗിളിലാണോ എന്റെ പോയിന്റർ മൂവിംഗ് സിസ്റ്റം മൂവ് ചെയ്തിട്ടുള്ളത്. സപ്പോസ് ഇത് തീറ്റ ആണെങ്കിൽ ഈ തീറ്റയ്ക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും ഒരു സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റത്തിൽ എന്ത് വരിക? ഒരു സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റത്തിലെ കൺട്രോളിംഗ് ടോർക്ക് വരിക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റത്തിലെ മൂവബിൾ എലമെന്റ് മൂവ് ചെയ്തത് എത്ര ആംഗിളിലാണ്? θ° ആംഗിളിലാണെങ്കിൽ ആ ഒരു സ്പ്രിംഗ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്പ്രിംഗ് അറേഞ്ച്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ആർക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും? അവിടെ വന്ന് θ ഡിഫ്ലക്ഷൻ, അതായത് ആ മൂവിങ് എലമെന്റ് മൂവ് ചെയ്ത ഡിഫ്ലക്ഷൻ ആണ് θ എന്ന് പറയുന്നത്. ആ θ ഡിഫ്ലക്ഷൻ എന്ത് പ്രപ്പോർഷണൽ ആയിരിക്കും? കൺട്രോളിംഗ് ടോർക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഒരു പർട്ടിക്കുലർലി നമ്മളൊരു പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് കൺസിഡർ ചെയ്തിരിക്കുക. ഒരു പെർമനന്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിനകത്ത്, അതായത് ഒരു PMMC ഇൻസ്ട്രുമെന്റിനകത്ത് നമുക്ക് മെയിൻ വേണ്ടത് ഏതൊക്കെ ടോർക്കാ? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വേണം, കൺട്രോളിംഗ് ടോർക്ക് വേണം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഡാമ്പിംഗ് ടോർക്ക്. ഓക്കെ, അപ്പൊ പർട്ടിക്കുലർലി നമ്മൾ ഇത് രണ്ടും നോക്കുക, ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും നോക്കും. അപ്പൊ ഞാനൊരു PMMC അമ്മീറ്റർ ഞാൻ യൂസ് ചെയ്തു, അതായത് ഒരു MC അമ്മീറ്റർ ഞാൻ യൂസ് ചെയ്തു, മൂവിംഗ് കോയിൽ അമ്മീറ്റർ ഞാൻ യൂസ് ചെയ്തു. എനിക്കൊരു കറണ്ട് മെഷർ ചെയ്യണമായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ കോയിലിൽ കൂടി ഫ്ലോ ചെയ്ത കറണ്ടിന് പ്രപ്പോർഷണൽ എന്തുണ്ടായി? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടായി. എനിക്ക് മെഷർ ചെയ്യേണ്ട കറണ്ടിന് പ്രപ്പോർഷണൽ ആയിട്ട് എന്തുണ്ടായി? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടായി. അപ്പൊ എന്റെ പോയിന്റർ കറങ്ങാൻ വേണ്ടി റെഡി ആയി നിൽക്കുക. കാരണം അയാൾക്ക് എന്ത് കിട്ടി? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടി. അവൻ എന്ത് ചെയ്തു? എന്റെ ഈ ഒന്നാമത്തെ പൊസിഷൻ വന്നിന്ന്, അതായത് 0 പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇതിങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങാം. ഇനി എവിടെ നിൽക്കണം? എപ്പോഴാണോ എന്റെ TC = TD ആവണത് ആ ഇൻസ്റ്റന്റിൽ ആര് നിൽക്കണം? ഈ പറയുന്ന പോയിന്ററും സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു ഒരു സ്പ്രിംഗ് കൺട്രോൾ മെക്കാനിസത്തില് ഇവിടത്തെ TC എന്നാൽ പ്രപ്പോർഷണൽ ടു എന്താന്ന് പറഞ്ഞു? തീറ്റയ്ക്ക് പ്രപ്പോർഷണൽ ആന്ന് പറഞ്ഞു. അപ്പോ ഈ TC = TD ആവണ ഇൻസ്റ്റന്റിൽ ഓട്ടോമാറ്റിക്കലി സപ്പോസ് ഇതൊരു 10 ആംപിയർ ആണെങ്കിൽ ഇവിടെ നോക്കിയപ്പോ TD ഇങ്ങോട്ട് ആക്ട് ചെയ്തു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ TC ആക്ട് ചെയ്തു. അത് രണ്ട് ഈക്വൽ ആയി. ആ ഈക്വൽ ആവണ കണ്ടീഷനിൽ എന്റെ പോയിന്റർ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഈ ഒരു 10 ആംപിയർ എന്ന് പറയുന്ന ഈ ഇൻസ്റ്റന്റിൽ എന്തായി? TC = TD ആയി. അപ്പൊ നോക്കി, ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഈ ഒരു ഫൈനൽ പൊസിഷനിൽ എത്താൻ വേണ്ടി എന്റെ പോയിന്റർ മൂവ് ചെയ്ത ആംഗിൾ θ° ആണ്. ഓക്കെ, അതാണല്ലോ TC പ്രപ്പോർഷണൽ ടു തീറ്റ എന്ന് നമ്മൾ പറഞ്ഞത്. TC പ്രപ്പോർഷണൽ ടു തീറ്റ പറയാൻ കാരണം എന്താ? കൺട്രോളിംഗ് ടോർക്ക് തീറ്റയ്ക്ക് പ്രപ്പോർഷണൽ ആണ്. ഈ ഒരു ഇൻസ്റ്റന്റില്, അതായത് ഈ ഇൻസ്റ്റന്റിൽ നിൽക്കാനുള്ള കാരണം എന്താണ്? TC = TD ആയി. അതായത് കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആയി. അതുകൊണ്ട് എന്റെ പോയിന്റർ അവിടെ നിന്നു. ആ പോയിന്റർ നിന്ന് കഴിഞ്ഞപ്പോ എനിക്കൊരു θ ആംഗിൾ അവിടെ കിട്ടി. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് റിലേഷൻ കിട്ടി. TD പ്രപ്പോർഷണൽ ടു കറണ്ട് ആണ്, അതുപോലെ TD പ്രപ്പോർഷണൽ ടു കൺട്രോളിംഗ് ടോർക്ക് ആണ്. പിന്നെന്താണ്? കൺട്രോളിംഗ് ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു തീറ്റ ആണ്. ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. TD പ്രപ്പോർഷണൽ ടു I ആണല്ലോ.
ഈ ടി ഡി പ്രപ്പോർഷണൽ ടി സിയും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടി സി പ്രപ്പോർഷനേറ്റ് ചെയ്ത തീറ്റ ആംഗിളുമായിട്ട് എനിക്ക് ആരെ റിലേറ്റ് ചെയ്യാൻ പറ്റും? എന്റെ കറണ്ടിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്? തീറ്റ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഫ്ലക്ഷൻ എന്തിന് പ്രപ്പോർഷണൽ ആണ്? നമുക്ക് മെഷർ ചെയ്യാനുള്ള കറണ്ടിന് പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ എന്റെ മെഷറിങ് ഇപ്പൊ സപ്പോസ് ഇതിപ്പോ 10 ആംബിയർ എന്ന് പറഞ്ഞ വാല്യൂയിലായിരുന്നു എന്റെ പോയിന്റർ ഇവിടെ നിന്നത്. ഇനി ഇതൊരു 20 ആംബിയർ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, 20 ആംബിയർ ആണ് ഇവിടെ കാണിക്കുന്നത് എങ്കിൽ എന്റെ പോയിന്റർ നിൽക്കേണ്ടത് എവിടെയാണ്? ഈ പറയുന്ന 20 എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് വാല്യൂന്റെ സ്കെയിലിന്റെ നേരെയാണ് എന്റെ പോയിന്റർ നിൽക്കേണ്ടത് അല്ലെ? അപ്പൊ നോക്കി, ഇവിടത്തെ ആംഗിൾ θ1 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? θ2. നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ട കറണ്ടിന്റെ വാല്യൂ കൂടുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എന്റെ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യണ ആംഗിൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതൊരു സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഒരു സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡ് ആണ് കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ട കറണ്ട് ആർക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും? ഡിഫ്ലക്ടിങ് ആംഗിളിന് പ്രപ്പോർഷണൽ ആയിരിക്കും. തീറ്റ പ്രപ്പോർഷണൽ ടു ഐ. അപ്പൊ തീറ്റ പ്രപ്പോർഷണൽ ടു ഐ ആണെങ്കിൽ ആ ഒരു സ്കെയിലിനെ നമുക്ക് വിളിക്കാം എന്ത്? യൂണിഫോം സ്കെയിൽ എന്ന് വിളിക്കാം. യൂണിഫോം സ്കെയിൽ, അതായത് നമുക്ക് റീഡിങ് തരുമ്പോൾ അത് യൂണിഫോം ആയിരിക്കും. 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ യൂണിഫോം ആയിട്ട് സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു PMMC ഇൻസ്ട്രുമെന്റ് നിങ്ങൾ നോക്കിയാൽ PMMC ഇൻസ്ട്രുമെന്റിനകത്ത് സ്കെയിൽ എങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക? യൂണിഫോം ആയിട്ടായിരിക്കും. അത് 0 കഴിഞ്ഞിട്ട് 1, 2, 3 എന്ന് പറഞ്ഞായിരിക്കും തന്നിട്ടുണ്ടാവും. യൂണിഫോംലി തന്നിട്ടുണ്ടാവും. അതിന് കാരണം അതിന്റെ സ്പ്രിംഗ് കൺട്രോൾ ആണ്. തീറ്റ പ്രപ്പോർഷണൽ ടു ഐ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ഒരു സ്പ്രിംഗ് കൺട്രോൾ ടെക്നിക്കിൽ നമ്മൾ പഠിക്കേണ്ട ഇത്രയും പോയിന്റ്സ് ആണ്. അടുത്തത് വരുന്നത് ഏതാണ്? ഗ്രാവിറ്റി കൺട്രോൾ ആണ്. ഓക്കെ, ഗ്രാവിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് ഒരു പോരായ്മ എന്താന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രുമെന്റ് നമ്മൾ എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യണം. ആ ഇൻസ്ട്രുമെന്റിൽ എഴുതിയിട്ടുണ്ടാവും ഷുഡ് കീപ്പ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. അത് വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ ഇരിക്കുമ്പോഴാണ് എന്ത് അതിന് പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നോക്കിയേ, ഇവിടെ ഒരു പോയിന്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു പോയിന്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പോയിന്ററിന്റെ വെയിറ്റ് വളരെ ലൈറ്റ് ആണ് പോയിന്റർ. അപ്പൊ പോയിന്ററിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ ഒരു ബാലൻസ് വെയിറ്റ് ഉണ്ട്. അതല്ലാണ്ട് ഈ പോയിന്ററിന് നമുക്കറിയാം എന്ത്? ഡിഫ്ലക്ടിങ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആവണ ഇൻസ്റ്റന്റിൽ അത് നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു കൗണ്ടർ വെയിറ്റ് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ കൗണ്ടർ വെയിറ്റ് കണക്ട് ചെയ്തു. ഇപ്പൊ നോക്കുവാണെങ്കിൽ, അതായത് ഈ ഇനീഷ്യൽ പൊസിഷനിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ, സപ്പോസ് ഇവിടെ ഒരു സ്കെയിൽ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ ഒരു സ്കെയിൽ ഉണ്ട്. ഇതെന്റെ 0 പൊസിഷൻ ആണ്. ഇതെന്റെ 10 ആംബിയർ എന്ന് പറയുന്ന പൊസിഷൻ ആണ്. അപ്പൊ നിങ്ങളൊന്ന് കൈ വെച്ച് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കുക. സപ്പോസ് എന്റെ പോയിന്റർ ഇങ്ങനെ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുക എന്റെ പോയിന്റർ, അതായത് വെയിറ്റ് താഴോട്ടിരിക്കണു. സപ്പോസ് എന്റെ പോയിന്റർ ഇതാ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, വെയിറ്റ് താഴോട്ടേ കൊണ്ട് എന്റെ പോയിന്റർ ഇതാ ഇങ്ങനെ ഒരു ആംഗിൾ മേക്ക് ചെയ്ത്, അതായത് 0 പൊസിഷനിൽ നിൽക്കാം. ഇനി എന്ത് ചെയ്തു? ഈ പറയുന്ന പോയിന്റർ ടിൽറ്റ് ചെയ്തു. അപ്പൊ പോയിന്റർ നീങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ താഴോട്ടുള്ള കൺട്രോൾ വെയിറ്റിന്റെ പൊസിഷനും മാറി. ഓക്കെ, അതായത് ഇങ്ങനെ ഇരിക്കണായിരുന്നു എന്റെ പോയിന്റർ, ഇങ്ങനെ ഇരുന്നപ്പോ കറക്റ്റ് എന്റെ വെയിറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള കൺട്രോൾ വെയിറ്റ് താഴോട്ടായിരുന്നു ഇരുന്നത്. പോയിന്റർ ഒരു റീഡിങ് കാണിക്കാൻ നേരത്ത് ഈ പോയിന്റർ ടിൽറ്റ് ചെയ്തപ്പോ ഓട്ടോമാറ്റിക്കലി അത് കണക്ട് ചെയ്തിരിക്കുന്ന കൺട്രോൾ വെയിറ്റിന് എന്ത് പറ്റി? പൊസിഷൻ മാറി. ഓക്കെ, അപ്പൊ അതിന്റെ വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെയാണ് നമ്മൾ ഇത് കീപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പോയിന്റർ മാറാൻ നേരത്തെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു? കൺട്രോൾ വെയിറ്റിന്റെ ആ വെയിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് താഴോട്ടായിരുന്നു ഇരിക്കുന്നത്. അതിന്റെ പൊസിഷൻ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ആ ചേഞ്ച് ആണ് ദാ ഇവിടെ കാണിക്കുക. അതായത് ഈ ഒരു ഗ്രാഫിൽ ഞാൻ ആ ഒരു ചേഞ്ച് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ, സപ്പോസ് ഈ പറയുന്ന വെയിറ്റ് W ആണ്, ഇതിപ്പോ ആക്ട് ചെയ്യണത് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് എന്റെ ഈ കൺട്രോൾ വെയിറ്റ് ആക്ട് ചെയ്യണതെങ്കിൽ, അല്ലെങ്കിൽ കൺട്രോൾ വെയിറ്റിനെ ഞാൻ 2 കമ്പോണന്റ് ആയിട്ട് തിരിച്ചു. ഓക്കെ, ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും 2 കമ്പോണന്റ് ആയിട്ട് ഞാൻ അതിനെ തിരിച്ചു. അങ്ങനെ തിരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതാ ഈ ഒരു കമ്പോണന്റ് W sin തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് ശരിക്കും എന്തിനെ തീരുമാനിക്കുന്നത്? നമ്മുടെ ഈ പറയുന്ന വെയിറ്റിന്റെ പൊസിഷൻ ഉണ്ടല്ലോ, അതായത് പോയിന്ററിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തപ്പോ, അതായത് ആ പോയിന്റർ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ കാരണം എന്താ? ഒരു കൺട്രോളിംഗ് ടോർക്ക്, ഡിഫ്ലക്ടിംഗ് ടോർക്ക് കിട്ടിയോണ്ടാണ് നമ്മുടെ പോയിന്റർ ചേഞ്ച് ചെയ്തത്.
ഇനി ഇയാൾക്ക് വേണ്ട കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് കമ്പോണന്റ് ആയിരിക്കും? ദാറ്റ് ഈസ് W sin തീറ്റ എന്ന് പറയുന്നത്. ഈ കമ്പോണന്റ് ആണ് എന്ത്? നമ്മുടെ പോയിന്ററിന് വേണ്ട കൺട്രോളിംഗ് എഫക്ട് അല്ലെങ്കിൽ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കമ്പോണന്റ് ആയിരിക്കും. രണ്ട് കമ്പോണന്റ് ആയിട്ട് തിരിക്കാം. വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. അതിനകത്ത് ഈ ഒരു കമ്പോണന്റ് ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു കമ്പോണന്റ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് W എന്ന് കാണിക്കുന്നത് വെയിറ്റ് ആണ്. ഓക്കെ, ആ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കൺട്രോൾ വെയിറ്റിന്റെ വെയിറ്റ് ആണ് W എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ അയാൾ മൂവ് ചെയ്ത ആംഗിൾ ആണ്. ആദ്യം ഇരുന്ന പൊസിഷനിൽ നിന്ന് അയാൾ മൂവ് ചെയ്ത ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഡെവലപ്പ് ചെയ്ത കൺട്രോളിംഗ് ടോർക്ക് എന്തിന് പ്രപ്പോർഷണൽ ആണ്? കൺട്രോളിംഗ് ടോർക്ക് W എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് TC പ്രപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഓക്കെ, അപ്പോ നേരത്തെ കേസിൽ അതായത് ഒരു സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡും ഈ ഒരു ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡില് നമ്മുടെ കൺട്രോൾ ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു തീറ്റയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഗ്രാവിറ്റി കൺട്രോളില് കൺട്രോളിംഗ് ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്? സൈൻ തീറ്റയാണ്. ഓക്കെ, കാരണം നമ്മുടെ വെയിറ്റിന്റെ പൊസിഷൻ മാറി രണ്ട് കമ്പോണന്റ് ആയിട്ട് തിരിച്ചു. അതിലെ ഈ പറയുന്ന W സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കമ്പോണന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നിന്നുള്ള റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടി TC പ്രപ്പോർഷണൽ ടു. ഓക്കെ, TC പ്രപ്പോർഷണൽ ടു സൈൻ തീറ്റയാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്തിന് പ്രപ്പോർഷണൽ ആണ്? അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റിന് പ്രപ്പോർഷണൽ ആണ്. അതുപോലെ പോയിന്റർ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും എന്താവണം? ഈക്വൽ ആവണം. കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആവുമ്പോഴാണ് അത് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അപ്പൊ ഇത്രയും കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ കറണ്ട് എന്ന് പറയുന്ന ആൾ ആർക്ക് പ്രപ്പോർഷണൽ ആയി? സൈൻ തീറ്റയ്ക്ക് പ്രപ്പോർഷണൽ ആയി. അപ്പോ നമ്മുടെ നേരത്തെ കേസിൽ എങ്ങനെയായിരുന്നു? കറണ്ട് പ്രപ്പോർഷണൽ ടു ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആയിരുന്നു സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡിലെങ്കിൽ ഒരു ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡില് അവിടെ മെഷർ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ചാൽ എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? സൈൻ ഓഫ് ദാറ്റ് ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷന്റെ സൈൻ വാല്യൂവിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്ത്? അതിലെ ഫ്ലോ ചെയ്ത കറണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻസ്ട്രുമെന്റിനകത്ത് അതായത് ഗ്രാവിറ്റി കൺട്രോൾ ഇൻസ്ട്രുമെന്റിന്റെ സ്കെയിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? നോൺ യൂണിഫോം സ്കെയിൽ ആയിരിക്കും ഗ്രാവിറ്റി കൺട്രോൾ ഇൻസ്ട്രുമെന്റിനകത്ത്. ഓക്കെ, യൂഷ്വലി ഒരേ ഒരു പാറ്റേണിലായിരിക്കില്ല തന്നിട്ടുള്ളത്. കുറച്ചിങ്ങനെ നമ്മൾ സ്കെയിൽ പ്രൊവൈഡ് ചെയ്യണത് ഈക്വൽ ഡിസ്റ്റൻസ് പോലെ ആയിരിക്കില്ല. അതിന്റെ ബിഗിനിങ് ഒക്കെ നോക്കുമ്പോ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഇപ്പൊ ഒരു വര വലുത് അതിനകത്ത് റീഡിങ് ചിലപ്പോൾ തന്നിട്ടുണ്ട്. ഒറ്റയടിക്ക് അവർ തരുന്നത് ചിലപ്പോൾ 100 അങ്ങനെ പറഞ്ഞിട്ട് ഒരു യൂണിഫോം ആയിരിക്കില്ല അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്കെയിൽ. ഓക്കെ, അങ്ങനത്തെ സ്കെയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്തിരിക്കുന്ന കൺട്രോൾ ഏതാണ്? ഗ്രാവിറ്റി കൺട്രോൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടു തരം കൺട്രോൾ ആണ് പഠിച്ചത്. ഏതൊക്കെയാണ്? സ്പ്രിംഗ് കൺട്രോളും പഠിച്ചു, ഗ്രാവിറ്റി കൺട്രോളും പഠിച്ചു. സ്പ്രിംഗ് കൺട്രോളില് കൺട്രോളിംഗ് ടോർക്ക് പ്രപ്പോർഷണൽ ടു തീറ്റ. കൺട്രോളിംഗ് ടോർക്ക് മാത്രമല്ല എന്തും കൂടെ പ്രപ്പോർഷണൽ ആണ്, അവിടെ മെഷർ ചെയ്യേണ്ട കറണ്ടും എന്തിന് പ്രപ്പോർഷണൽ ആണ്? ദാറ്റ് ഈസ് മെഷറിംഗ് കറണ്ട്. സപ്പോസ് I ആണ് നമുക്ക് മെഷർ ചെയ്യാനുള്ള കറണ്ട് എങ്കിൽ ദാറ്റ് മെഷറിംഗ് കറണ്ട് I പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. എവിടെ? ഒരു സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡിൽ. ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡിൽ എങ്ങനെയായിരിക്കും? സൈൻ തീറ്റ ആയിരിക്കും പ്രപ്പോർഷണൽ ടു എന്ത്? I എന്ന് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. The deflecting torque of an ammeter is directly proportional to current passing through it. അതായത് നമ്മളോട് പറയാണ് TD എന്ന് പറയുന്നത് കറണ്ടിന് പ്രപ്പോർഷണൽ ആണ്. Okay, instrument has full scale deflection of 60 degree for a current of 10 ampere. 10 ആംപിയർ കറണ്ടിനകത്ത് തന്ന ആംഗിൾ എത്രയാണ്? 10 ആംഗിൾ കറണ്ട് മെഷർ ചെയ്യാൻ നേരത്തെ തരുന്ന ആംഗിളിന്റെ അതായത് ആ ഡിഫ്ലക്ഷൻ എത്രയാണെന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണ്. What deflection will occur for a current of 5 ampere? അങ്ങനെയാണെങ്കിൽ 5 ആംപിയർ റീഡ് ചെയ്യാൻ നേരത്ത് ഈ ഇൻസ്ട്രുമെന്റ് തരുന്ന ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ തീറ്റയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് കേസിലെയും കണ്ടുപിടിക്കണം. സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡിലെയും കണ്ടുപിടിക്കണം, ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡിലെയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കേസ് കൺസിഡർ ചെയ്യാം. സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡ് ആണ്. സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡിൽ നമുക്കറിയാം കറണ്ട് പ്രപ്പോർഷണൽ ടു തീറ്റയാണ്. ഞാൻ രണ്ട് കറണ്ട് ആയിട്ട് എടുക്കാം. സപ്പോസ് I1 എന്ന് പറഞ്ഞ കറണ്ട് θ1നും സിമിലർലി I2 എന്ന് പറയുന്നത് θ2നും എന്താണ്? പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? രണ്ടാമത്തെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? θ/, അതൊരു റേഷ്യോ ആക്കി എടുത്തു. ഓക്കെ, θ/θ1 is equal to എന്തെന്ന് എഴുതാം? I2/I1 എന്ന് എഴുതാം. ഓക്കെ,
Therefore, theta 2 is equal to എത്രയായിരിക്കും? Theta 2 is equal to I2 by I1 into theta 1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ കറണ്ട് 5 ആണ്, ഒന്നാമത്തെ കറണ്ട് 10 ആണ്. ഒന്നാമത്തെ കറണ്ട് പാസ് ചെയ്തപ്പോൾ ഉള്ള ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ 60 ഡിഗ്രി ആയിരുന്നു. ഓക്കെ, ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ എനിക്ക് എത്ര കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടി. അതിനർത്ഥം എന്താണ്? 5 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്തു. അതൊരു സ്പ്രിംഗ് കൺട്രോൾ ആണെങ്കിൽ അവിടെ തരുന്ന ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. 30 ഡിഗ്രി ആവാൻ കാരണം തീറ്റ പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കുമ്പോൾ, രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്? ഗ്രാവിറ്റി കൺട്രോൾ ആണ് അല്ലെ. ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ് ആണെങ്കിൽ, ഗ്രാവിറ്റി കൺട്രോളിൽ നമുക്കറിയാം സൈൻ തീറ്റയാണ് പ്രൊപ്പോർഷണൽ ടു എന്താന്ന് പറയുന്നത്? ഐ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം സൈൻ തീറ്റ 1 പ്രൊപ്പോർഷണൽ ടു I1 ആണ്. സിമിലർലി സൈൻ തീറ്റ 2 പ്രൊപ്പോർഷണൽ ടു I2 ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പോലെ റേഷ്യോ എടുത്തു. അതായത് നമുക്കിപ്പോ രണ്ട് റിലേഷൻ തന്നിട്ട് ഒരു റിലേഷന്റെ കറസ്പോണ്ടിങ് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് റേഷ്യോ ഇട്ടാ കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സൈൻ തീറ്റ 2 ബൈ സൈൻ തീറ്റ 1 ഇസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം? I2 ബൈ I1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് സൈൻ തീറ്റ 2 ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? I2 ബൈ I1 ഇൻറ്റു സൈൻ തീറ്റ 1. ഓക്കെ, ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് നോക്കി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് സാധാരണ ഒരു SSCയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ നോക്കിയേ 5/10 ഇൻറ്റു സൈൻ 60 ആണ് അല്ലെ. അതായത് എത്രയാണ്? 5/10 ഇൻറ്റു √3/2. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. പക്ഷെ അതിന്റെ തീറ്റ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സൈൻ ഇൻവേഴ്സ് ദാറ്റ് വാല്യൂ ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്ക് കിട്ടുന്ന വാല്യൂ 25.65 ഡിഗ്രി എന്നുള്ളതാണ് എന്റെ തീറ്റ 2 എനിക്ക് കിട്ടിയത്. 25.65 എന്നുള്ളതാണ് തീറ്റ 2 കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കിട്ടാൻ പാകത്തിനുള്ള ഒരു തീറ്റ കിട്ടാൻ പാകത്തിനായിരിക്കും അവർ വാല്യൂസ് തരിക കേട്ടോ. ഇതൊരു SSC ലെവലിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം നമുക്ക് കാൽക്കുലേറ്റർ ഒക്കെ അവിടെ കയറ്റാൻ പറ്റും. പക്ഷെ നമ്മുടെ ഒരു കേരള PSC ലെവലിലോട്ട് നോക്കുമ്പോൾ റിലേഷൻ പഠിച്ചു വെക്കുക, എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് അവർ തരുന്ന ആംഗിൾ എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും. അതല്ല, കിട്ടുന്ന രീതിയിലല്ലെങ്കിൽ അവർ തീറ്റ ഇസ് ഈക്വൽ ടു ഈ പറഞ്ഞ പോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് സം വാല്യൂ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. ഓക്കെ, ആ വാല്യൂവിനെ ഷോർട്ട് ആക്കി തന്നിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? √3/4 എന്ന് പറയാം അല്ലെ. കാരണം എന്താ? 5 ഒരു വട്ടം, 2 വട്ടം. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? √3/4. ഇങ്ങനെയും തരാം. അല്ലെങ്കിൽ എന്താവും? നമുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും ഒരു വാല്യൂസ് തന്നിട്ടുണ്ടാവുക. ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ? അടുത്ത വരുന്നതാണ്, നമ്മളിപ്പോ കൺട്രോളിംഗ് ടോർക്കും കണ്ടു, അതുപോലെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കണ്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഡാമ്പിംഗ് ടോർക്ക്. ഡാമ്പിംഗ് ടോർക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടിയപ്പോ എന്റെ പോയിന്റർ ഇങ്ങനെ മൂവ് ചെയ്യുക. ഇപ്പൊ മൂവ് ചെയ്ത് എപ്പോഴാണ് എന്റെ കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും മാച്ച് ആയത്? അവിടെ വെച്ച് ഇവൻ നിന്ന് കഴിഞ്ഞിട്ട് ഇവനക്ക് എന്തുണ്ടാവും? ഒരു ഓസിലേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓസിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റീഡിങ് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഇതുപോലെ ഒരു ഫൈനൽ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഓസിലേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, ഓക്കെ, ആ ഓസിലേഷനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ടോർക്കാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡാമ്പിംഗ് ടോർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പം ഡാമ്പിംഗ് ടോർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു റിമൂവ് ഓസിലേഷൻ ഫ്രം ദ ഫൈനൽ പൊസിഷൻ. ഇത് ഫൈനൽ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ എന്തുണ്ടാവും? ഒരു വിറവൽ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുമാതിരി വിറവൽ ഉണ്ടാവും. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? ഡാമ്പിംഗ് ടോർക്ക്. ഓക്കെ, അപ്പൊ ഈ ഡാമ്പിംഗ് ടോർക്ക് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ പോയിന്റർ മോഷനിലാണെങ്കിൽ, അതായത് അനങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം ആര് വരുള്ളൂ? ഡാമ്പിംഗ് ടോർക്ക് ഉണ്ടാവുള്ളൂ. ഈ പോയിന്റർ എവിടെയെങ്കിലും സ്റ്റഡി ആയിട്ട് നിൽക്കുവാണെങ്കിൽ അവിടെ എന്തിന്റെ ആവശ്യമില്ല? ഡാമ്പിംഗ് ടോർക്കിന്റെ ആവശ്യമില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. അതായത് പോയിന്റർ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ, മോഷൻ സംഭവിച്ചുകൊണ്ടിരിക്കില്ലേ, മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ലേ, ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഡാമ്പിംഗ് ടോർക്കിന്റെ ആവശ്യമുള്ളൂ. നേരെ മറിച്ച് ആ പോയിന്റർ അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്തിന്റെ ആവശ്യമില്ല? ഡാമ്പിംഗ് ടോർക്കിന്റെ ആവശ്യമില്ല. ഈ പറയുന്ന മോഷൻ ഏത് ഡയറക്ഷനിലാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആര് ആക്ട് ചെയ്യുക? ഡാമ്പിംഗ് ടോർക്ക് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ആണ് ആരൊക്കെ ആക്ട് ചെയ്യുക? കൺട്രോളിംഗ് ടോർക്കും ഡാമ്പിംഗ് ടോർക്കും ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. കൺട്രോളിംഗ് ടോർക്ക് ആക്ട് ചെയ്യുന്നത് ഫൈനൽ പൊസിഷനിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി TC=TD നിൽക്കും. പക്ഷെ അവിടെ വെച്ച് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഡാമ്പിംഗ് ടോർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ 3 ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് ആണ് നമുക്കുള്ളത്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡ്ഡി കറന്റ് ഡാമ്പിംഗ്.
അപ്പൊ ഇവിടെ നിന്നുള്ള PSC ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുക. PSC ചോദിക്കുന്നത് സപ്പോസ് പർട്ടിക്കുലർലി നമ്മളോട് ചോദിക്കുകയാണ് ഒരു PMMC ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്യുന്ന ഡാമ്പിങ് ഏതാണ്. ഒരുപാട് PSC ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഒരു PMMC ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്യുന്ന ഡാമ്പിങ് ഏതാണ്. അവിടെ യൂസ് ചെയ്യുന്ന ഡാമ്പിങ് ഏതാണ്? എഡ്ഡി കറന്റ് ഡാമ്പിങ് ആണ്. അത് നമ്മളിപ്പോ പഠിക്കും. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്യുന്ന ഡാമ്പിങ്. അപ്പം എല്ലാ ഇൻസ്ട്രുമെന്റിന്റെയും ടൈപ്പ് ഓഫ് ഡാമ്പിങ്, ഇതിൽ ഏത് ഡാമ്പിങ് ആണ് ആ ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ചോണം. അത് ഒരുപാട് PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ തിരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഒരു എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് ആണ്. ഓക്കെ, അപ്പൊ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോയിന്റർ മൂവ് ചെയ്തു. അപ്പൊ ഈ പോയിന്ററിന്റെ നോക്കിയാൽ ഈ സ്പിൻഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു എയർ ഫിൽഡ് ചേംബറിലോട്ട്. ഓക്കെ, ഈ എയർ ഫിൽഡ് ചേംബർ ഒന്നെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഫിഗർ കാണാൻ പറ്റില്ല. ഞാൻ ആ ഫിഗർ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ ഒരു സെക്ടർ ഷേപ്പ് അറേഞ്ച്മെന്റ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സെക്ടർ ടൈപ്പ് അറേഞ്ച്മെന്റ് ഉണ്ട്. അതായത് ആ കോർണറിൽ അതായിരിക്കണം ഒരു സെക്ടർ ടൈപ്പ് അറേഞ്ച്മെന്റിൽ 2 വെയിൻസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിനെ പറയണതാണ് വെയിൻസ് എന്നാണ് കേട്ടോ വിളിക്കുക. വെയിൻസ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് രണ്ടും വെയിൻസ് ആണ്. ഇനി ഇതിന്റെ സെന്ററിൽ നിന്നാണ് നമ്മുടെ സ്പിൻഡിൽ അറേഞ്ച്മെന്റ് പോകുന്നത്. അത് ഞാൻ വേറൊരു ഇങ്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, ഇതിന്റെ സെന്ററിൽ കൂടെയാണ് ഈ സ്പിൻഡിൽ അറേഞ്ച്മെന്റ് പോയിട്ടുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് മൂവ് ചെയ്യുമ്പോൾ പോയിന്റർ മൂവ് ചെയ്തു, അതിന്റെ ഫൈനൽ പൊസിഷനിൽ ഈ വൈബ്രേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ആ വൈബ്രേഷൻ അടിക്കില്ലേ, ആ വൈബ്രേഷൻ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വെയിൻ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പൊ ഈ എന്താ പറയണ ഈ ഷേപ്പ് അറേഞ്ച്മെന്റിനകത്ത് ഈ ഒരു എന്താ പറയണ ഒരു സെക്ടർ ഷേപ്പ് അറേഞ്ച്മെന്റിനകത്ത് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത് എന്താ? എയർ ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ വെയിൻ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവിടെ എയർ കംപ്രസ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ ഒരു പ്രഷർ അനുഭവപ്പെടും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമ്മളിപ്പോ ഒരു വാട്ടർ ഫിൽഡ് മെത്തയോ അല്ലെങ്കിൽ ഒരു നല്ല പഞ്ഞി പോലത്തെ ഒരു മെത്തയിലോട്ടൊക്കെ നമ്മൾ വന്ന് വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു എയർ ഒരു എന്താ പറയണ ഒരു പൊങ്ങിത്താന്ന് നമ്മൾ അങ്ങ് സെറ്റിൽ ആവുകയാണ് ചെയ്യണേ. അല്ല, ഒന്ന് വീണ് ഒരു എയർ കുഷൻ അറേഞ്ച്മെന്റ് എന്ന് പറയും. എയർ കുഷൻ അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ തടയാനായിട്ടുണ്ട്, നമ്മുടെ മോഷൻ ഒന്ന് തടയാനായിട്ട് ഒരു എയർ വരിക. ഓക്കെ, അപ്പം അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇതൊരു വെയിൻ ആണ്. ഈ വെയിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് എന്തുണ്ട്? എയർ ആണ്. ഓക്കെ, ഈ വെഡ്ജ് ഷേപ്പ് അല്ലെങ്കിൽ ഈ ഒരു സെക്ടർ ഷേപ്പ് അറേഞ്ച്മെന്റിന്റെ അകത്ത് എയർ ആണ്. അവിടെയാണ് 2 വെയിൻസ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പിൻഡിൽ മൂവ് ചെയ്യുമ്പോൾ ഈ വെയിൻ മൂവ് ചെയ്യും. ഈ വെയിൻ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ വെയിൻ മൂവ് ചെയ്യുമ്പോൾ ആ ഒരു സൈഡിലുള്ള എയർ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. ഒരു പ്രഷർ അനുഭവപ്പെടും. അതിന്റെ ബലമായിട്ട് ഈ പോയിന്റർ കിടന്ന് വൈബ്രേറ്റ് ചെയ്യില്ല. ആ പ്രഷറിന്റെ ബലമായിട്ട് എന്ത് ചെയ്യും? ഈ പോയിന്ററിന് ഒരു ഡാമ്പിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ഡാമ്പിങ് ടോർക്ക് എങ്ങനെ ആക്ട് ചെയ്യും? ആ പോയിന്ററിന്റെ വൈബ്രേഷന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുകയും ആ എയർ കുഷൻ എഫക്റ്റ് കാരണം നമ്മുടെ പോയിന്റർ എന്ത് ചെയ്യില്ല? സ്റ്റഡി ആവും, അയാൾ വൈബ്രേറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതാണ് ഒരു എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ എയർ ആണ് ഈ പറഞ്ഞ പോലെ ഇയാൾ കിടന്ന് പിടയ്ക്കാണ്ട് സഹായിക്കുന്നത്. കാരണം എയർ കംപ്രസ് ചെയ്യാണ്. ആ കംപ്രസിങ് പ്രഷറിൽ ഉണ്ടാവുന്ന ആ വെയിൻസിൽ ഉണ്ടാവുന്ന ആ പ്രഷറിന്റെ എഫക്റ്റ് ആയിട്ടാണ് എന്ത് നമ്മുടെ അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്പിൻഡിൽ അറേഞ്ച്മെന്റ് വഴി നമ്മുടെ പോയിന്ററിലോട്ടാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി പോയിന്ററിന് എന്തുണ്ടാവില്ല? ഓസിലേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് എന്ന് പറയുന്നത്. അപ്പോ അടുത്തത് വന്നിട്ട് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയറിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു ഓയിൽ, ഹൈ വിസ്കോസിറ്റി ഉള്ള, എടുത്ത് പറയാണ് ഹൈ വിസ്കസ് ആയിട്ടുള്ള ഒരു ഓയിൽ ആയിരിക്കും എന്ത് നമ്മുടെ ഈ അറേഞ്ച്മെന്റിന് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോ നമ്മുടെ ആ ഒരു വെയിൻ നമ്മൾ നോക്കി, ഇതാണ് ആ വെയിൻസ്. ഓക്കെ, ആ നീണ്ടു നിൽക്കില്ല, ഒരു പ്ലസ് പോലെ നിൽക്കുന്നില്ല, അതാണ് നമ്മുടെ വെയിൻസ്. ഈ വെയിൻസിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്? ഓയിലിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഓയിലിന്റെ പ്രത്യേകത എന്താണ്? ഹൈ വിസ്കോസിറ്റി ആണ്. ഓക്കെ, ഹൈ വിസ്കോസിറ്റി, അതായത് ഒഴുകിപ്പോകാൻ ഭയങ്കര താമസമുള്ളതിനില്ല. ഹൈ വിസ്കോസിറ്റി എന്ന് പറയാൻ നല്ല കട്ടിയുള്ള ഓയിൽ അല്ലേ. അപ്പൊ ഹൈ വിസ്കസ് ആയിട്ടുള്ള ഓയിൽ ആയിരിക്കും എന്ത് ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണക്ട് ചെയ്ത് നമ്മുടെ സ്പിൻഡിൽ വരുന്നതാ ഇവിടെയാ. ഓക്കെ, അപ്പം നമ്മുടെ പോയിന്റർ മൂവ് ചെയ്ത് അവിടെ വൈബ്രേറ്റ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും? ഈ ഹൈ വിസ്കസ് ആയിട്ടുള്ള സാധനം, ലൈറ്റ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ ഓളം വെട്ടി അതിന് ആ ഒരു എഫക്ട് കിട്ടില്ല. ഹൈ വിസ്കസ് ആകുമ്പോൾ എന്ത് ചെയ്യും? ആ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഓയിൽ എന്ത് ചെയ്യും? ഒരു ഒപ്പോസിങ് എഫക്ട് കൊടുക്കും. ഓട്ടോമാറ്റിക്കലി വെയിൻ ഇങ്ങനെ അങ്ങനെ തോന്നിയ പോലെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവന്റെ മേലൊരു കൺട്രോൾ ഉണ്ടാവും. ആ കൺട്രോൾ ആർക്ക് കിട്ടും? നമ്മുടെ സ്പിൻഡിൽ വഴി പോയിന്ററിന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങില് ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓരോ ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ നേരത്തും ഓരോ ഇൻസ്ട്രുമെന്റിലും ഏത് ടൈപ്പ് ഓഫ് ഡാമ്പിങ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കൂട്ടോ. വേറെ ഓരോ ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ നേരത്തൊന്ന് പറയും. അടുത്തത് എഡ്ഡി കറന്റ് ഡാമ്പിങ് ആണ്. എഡ്ഡി കറന്റ് ഡാമ്പിങ്ങിനകത്ത്
ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ പോയിന്റർ ആണ്. പോയിന്റർ ഒരു സ്പിൻഡിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിസ്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ഡിസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അലുമിനിയം അല്ലെങ്കിൽ കോപ്പർ വെച്ചിട്ടാണ് ആ ഡിസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഡിസ്ക് പ്ലേസ് ചെയ്യണതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഡിസ്ക് ഒരു മാഗ്നറ്റിന്റെ ബിറ്റ്വീൻ, അതായത് ഒരു മാഗ്നറ്റ് സപ്പോസ് ഒരു നോർത്തും സൗത്തും ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിന്റെ ഇടയ്ക്ക് വരാൻ പാകത്തിനാണ് നമ്മൾ ഈ ഡിസ്ക് അറേഞ്ച്മെന്റിനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനത്തെ പൊസിഷനിലാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോ നേരെ മറിച്ചതാ ഇങ്ങനെയാണ് എന്റെ മാഗ്നറ്റ് ഇരിക്കണേ എങ്കിൽ എന്ത് ചെയ്യും, ഈ ഡിസ്ക് ഇതാ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയ്ക്കുന്നത്, നമ്മുടെ അലൂമിനിയം അല്ലെങ്കിൽ കോപ്പർ ഡിസ്ക് ഇരിക്കുന്നത്. എന്നിട്ട് ഇതിലാണ് നമ്മൾ സ്പിൻഡിൽ കണക്ട് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ കണക്ട് ചെയ്തു, നമ്മുടെ പോയിന്റർ കണക്ട് ചെയ്തു. സ്പിൻഡിൽ നിന്ന് പോയിന്റർ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊരു മാഗ്നറ്റ് ആണ്, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഡിഫ്ലക്ഷൻ ടോർക്ക് കിട്ടുമ്പോൾ നമ്മുടെ സ്പിൻഡിൽ മൂവ് ചെയ്യും അല്ലെ. സ്പിൻഡിൽ മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസ്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഡിസ്ക് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്ക് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് അതായത് ഒരു മാഗ്നറ്റിക് ഫ്ലെക്സിന് മാറ്റം വന്നു. അപ്പൊ അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യും, ഒരു എഡ്ഡി കറണ്ട് അവിടെ ഉണ്ടാവും. ഈ എഡ്ഡി കറണ്ട് വിൽ പ്രൊഡ്യൂസ് എ ടോർക്ക്. അതിന്റെ കാരണക്കാരനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ടോർക്ക് അവിടെ ഉണ്ടാക്കും. ഓക്കെ, ആ ടോർക്ക് ഇവിടെ ഒപ്പോസ് ചെയ്യാനുള്ള കാരണം അതായത് സ്പിൻഡിൽ മൂവ് ചെയ്തതാണ് അല്ലെ. അപ്പൊ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ടോർക്ക് അനുഭവപ്പെടുകയും അതിന്റെ ഫലമായിട്ട് ഡാമ്പിങ് അതായത് ഓസിലേഷൻ പ്രിവെന്റ് ചെയ്യാനും പറ്റും. അതാണ് എഡ്ഡി കറന്റ് ഡാമ്പിങ് എന്ന് പറയുന്നത്. അപ്പൊ എഡ്ഡി കറന്റ് ഡാമ്പിങ്ങിൽ നമ്മൾ ആ ഡിസ്ക് വെച്ചിരിക്കുന്നത് എന്തായിരിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരെ വെച്ചിരിക്കുന്നത്, ഡിസ്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊരു എനർജി സപ്ലൈ കൊടുത്തു, സ്പിൻഡില് പോയിന്റർ മൂവ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി പോയിന്റർ മൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ആ ഡിസ്ക് നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന അലൂമിനിയം അല്ലെങ്കിൽ കോപ്പർ ഡിസ്ക് എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യാണ്. ആ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് എന്തുണ്ടാവും, ഒരു എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ എഡ്ഡി കറണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ മോഷൻ അതായത് ആ വൈബ്രേഷൻ മോഷൻ ഉണ്ടാവുന്ന ടോർക്കിന് അല്ലെങ്കിൽ ഫോഴ്സിന് ഒപ്പോസിംഗ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഡാമ്പിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എഡ്ഡി കറന്റ് ഡാമ്പിങ് എന്ന് വിളിക്കുന്നത്. സച്ച് ടൈപ്പ് ഓഫ് ഡാമ്പിങ്, ആ ഒരു ഡാമ്പിങ്ങിനെയാണ് നമ്മൾ എഡ്ഡി കറന്റ് ഡാമ്പിങ് എന്ന് വിളിക്കുന്നത്.